ഇത് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുന്നത് ഒരേ ഒരേ ദിശയിൽ തന്നെ ഒരേ ദിശയിൽ തന്നെ വന്ന വാഹനങ്ങളാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ കിടപ്പ് കണ്ടിട്ടും അങ്ങനെയാണ്. ഇപ്പോൾ ഇത് കണ്ട സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള ദൃക്സാക്ഷികൾ പറഞ്ഞ വിവരമാണ് നമുക്കുള്ളത്. അമിത വേഗതയിലായിരുന്നു കാറ് വന്നതെന്നാണ് നമുക്കിപ്പോൾ അവരുടെ ദൃക്സാക്ഷികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതനുസരിച്ച് കാറ് വന്ന് ഇതിലേക്ക് ഇടിക്കുകയായിരുന്നു. അത് വളരെ വേഗതയിൽ വന്ന് ഇടിക്കുകയും ഇത് വളരെ ഉയർന്നു പൊങ്ങി ഈ ഓട്ടോറിക്ഷ വന്ന് പോവുകയാണ് ചെയ്തത്. അവർ ഓടി വന്ന് ഈ ആളുകളെ ഇതിനകത്ത് നിന്ന് മാറ്റുന്ന സമയത്ത് ഓട്ടോറിക്ഷ ഇതിനകത്തുണ്ടായിരുന്ന ഡ്രൈവർ അതിനകത്ത് കുടുങ്ങിക്കിടക്കാൻ അവർക്ക് എടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് തീ ആളി പടർന്നിരുന്നു എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. എന്തായാലും ഈ ഭാഗത്ത് അങ്ങനെ അപകടം സ്ഥിരമായി ഉണ്ടാകുന്നൊരു സ്ഥലമല്ല. നേരെ കിടക്കുന്ന വഴിയാണ്. സാധാരണ നിലയിൽ അപകടം ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ പരിസരവാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അപകടം നടക്കുന്ന ഒരു സ്ഥലമല്ല ഇവിടെ. മാത്രമല്ല ഒരേ ദിശയിൽ പോകുന്ന വണ്ടികൾ ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്ത് സംഭവിച്ചതെന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ദാരുണമായിട്ടുള്ള സംഭവമാണ്. ഈ അവിടെ അപ്പോൾ ഈ നമ്മുടെ സെന്റ് മേരീസിലെയും അവിടെ വിവിധ സ്ഥാപനങ്ങളുടെയൊക്കെ സെക്യൂരിറ്റികൾ ഓട്ടോയും കാറും ബൈക്കും കൂട്ടിയിടിച്ച് തീ പിടിച്ച് ഒരാൾ മരിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് എത്രമാത്രം തീവ്രമായ ഒരു അപകടമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഒരേ ദിശയിൽ വന്ന രണ്ട് വാഹനങ്ങളാണ് ഇടിച്ചത്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് പ്രദേശവാസികൾ, ദൃക്സാക്ഷികളടക്കമുള്ളവർ പറയുന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരാളാണ് മരണപ്പെട്ടിരിക്കുന്നത്. 4 പേർ ചികിത്സയിലാണ് എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. വാഹനത്തിന്റെ അമിത വേഗതയാണോ, എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇനി വരും മണിക്കൂറുകളിൽ വ്യക്തത വരികയും ചെയ്യും.